കുറച്ചധികം നാളുകളായി ശശി തരൂർ എയറിലായിരുന്നു. കാരണം വേറൊന്നും കൊണ്ടല്ല, തന്റെ സ്വന്തം പാർട്ടിയായ കോൺഗ്രസിനെ ഏതു നേരവും വിമർശിക്കുകയും അതേസമയം BJPയെ സപ്പോർട്ട് ചെയ്യുകയും മോദിയെ പുകഴ്ത്തിപ്പാടുകയും ഒക്കെയാണ് തരൂർ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ശശി തരൂർ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേരുമെന്ന ഒരു ശുഭപ്രതീക്ഷയിലായിരുന്നു BJP. എന്നാൽ അതിനെല്ലാം വിപരീതമായി BJPക്ക് തിരിച്ചടിയാകുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ ശശി തരൂർ ചെയ്തിരിക്കുന്നത്. RSS അനുകൂല സംഘടനയായ HRDSന്റെ പ്രഥമ സവർക്കർ പുരസ്കാരം ശശി തരൂരിന് നൽകാൻ സംഘടനാ നേതൃത്വം തീരുമാനിച്ചിരുന്നു. എന്നാൽ ശശി തരൂർ അത് പാടെ അങ്ങ് നിരസിച്ചു കളഞ്ഞു. പുരസ്കാരം ഏറ്റുവാങ്ങില്ലെന്ന് ശശി തരൂർ സംഘടനാ നേതൃത്വത്തെ അറിയിച്ചു. താനുമായി കൂടിയാലോചിക്കാതെയാണ് തന്റെ പേര് പുരസ്കാരത്തിനായി നിർദ്ദേശിച്ചതെന്നും മാധ്യമങ്ങളിലൂടെയാണ് പുരസ്കാരം തനിക്കാണെന്ന് അറിഞ്ഞതെന്നും തരൂർ പറഞ്ഞു. കൂടാതെ മറ്റ് പരിപാടികളുമായി ശശി തരൂർ കൊൽക്കത്തയിലേക്ക് പോവുകയാണെന്നും MP-യുടെ അടുത്ത വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തു. RSSന്റെ പുരസ്കാരമായതുകൊണ്ട് തന്നെ ശശി തരൂർ ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിൽ കോൺഗ്രസിന് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു. സവർക്കറിന്റെ പേരിലുള്ള ഒരു പുരസ്കാരവും പാർട്ടി പ്രവർത്തകർ സ്വീകരിക്കാൻ പാടില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ പറയുകയുണ്ടായി. അതേസമയം ശശി തരൂർ അവാർഡ് നിരസിക്കണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താനും ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ടും കൂടിയാണ് തരൂർ ഈ പുരസ്കാരം അങ്ങ് നിരസിച്ചത്. അങ്ങനെ ഒടുക്കം കോൺഗ്രസ് പാർട്ടി പറയുന്നത് കേൾക്കാൻ ഒരുങ്ങുകയാണ് ശശി തരൂർ. BJPയുടെ എല്ലാ ഗൂഢ നീക്കങ്ങളും ശശി തരൂർ തട്ടിത്തെറിപ്പിച്ചെന്ന് വേണേൽ പറയാം. ചെറിയ രീതിയിൽ പുരസ്കാരമൊക്കെ നൽകി ശശി തരൂരിനെ തങ്ങളുടെ വരുതിയിലാക്കാമെന്നാണ് BJP കരുതിയിരുന്നത്. എന്നാൽ ആ പ്രതീക്ഷയെല്ലാം ഈ ഒരൊറ്റ പ്രവൃത്തിയിലൂടെ തരൂർ 8 മടക്കി BJPക്ക് തന്നെ അങ്ങ് കൊടുത്തു. പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടി കിട്ടിയതിന്റെ ആഘാതത്തിലായിരിക്കും ഇപ്പോൾ RSSും BJPയും. ശശി തരൂരിന്റെ ഉള്ളിൽ കോൺഗ്രസ് രക്തം ഉള്ളതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഈ പുരസ്കാരം നിഷേധിച്ചത്. നേരത്തെ കോൺഗ്രസിനെ ഒരുപാട് വിമർശിക്കുകയും മോദി പുകഴ്ത്തലുകളും BJP അനുകൂല നിലപാടുകളും ഒക്കെ ശശി തരൂർ നടത്തിയപ്പോൾ എല്ലാവരും കരുതിയിരുന്നത് BJPയിലേക്ക് കൂടുകൂട്ടുമെന്നാണ്. എന്നാൽ അതെല്ലാം ഇപ്പോൾ വെറും തോന്നലുകൾ മാത്രമായി മാറി. അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു കോൺഗ്രസുകാരനാണെന്ന് ഈ പുരസ്കാരം നിഷേധിച്ചതിലൂടെ തെളിയിക്കുകയാണ്. ഏതായാലും BJPയുടെ തിളപ്പ് ഒന്ന് കുറയുമെന്ന് ഉറപ്പായി.